എന്താ രാജു, നിങ്ങൾ തമ്മിൽ വല്ല വഴക്കുണ്ടായോ? ഞങ്ങള് ലാപ്ടോപ്പ് എടുക്കാൻ വീട്ടിൽ ചെന്നപ്പോ അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി ചേച്ചി. എന്ത് പ്രശ്നം? പറയ് രാജുവേട്ടാ, ഞങ്ങളിവിടെ ഒന്ന് അറിയട്ടെ. അത് ഞങ്ങള് വീട്ടിൽ ചെന്നപ്പോ നാശം പിടിക്കാൻ ആ രമ്യ കേറി വന്നു. എന്നിട്ട് നീ ഒറ്റ ഒരുത്തിയാ എന്റെ രാജുവിനെ എങ്ങനെ തട്ടിയെടുത്തത്. വലിഞ്ഞു കയറി വന്ന നീയാ എന്റെ ജീവിതം തകർത്തത്. അതെന്ത് മര്യാദക്കേടാ അവള് കാണിച്ചേ? അവളെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. ഇതൊന്നും വെച്ചു പൊറപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ ജേട്ടനെയും കൂട്ടി അവളുടെ വീട്ടിൽ പോകാൻ പോവാ. ജേട്ടൻ ചേച്ചി, അതൊന്നും വേണ്ട. ചേച്ചിക്ക് അറിയില്ലേ ആ രമ്യക്ക് പ്രാന്ത. കൂടെ നമുക്കും പ്രാന്തായാലോ. ശരിയാ ചേച്ചി, പോട്ടെ. ഒരു പെണ്ണല്ലെന്ന് കരുതി ഞാൻ ക്ഷമിക്കുന്നതാ. എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ കാരണത്തിട്ടൊന്ന് കൊടുത്താ പിന്നെ കേസ് വേറെയാ. പിന്നെ പുലിവാല് പിടിച്ച് നടക്കണം. അതെ, അത് ശരിയാ. ഋതു ചേച്ചിയെ നമുക്ക് സമാധാനിപ്പിക്കാം. അത് മതി. ഞാനും അമ്മയും കൂടി ഋതുമോളോട് സംസാരിക്കാം. അപ്പം മാറിക്കോളും. അമ്മേ, ആ ലോക കണ്ടു ഉമ്മണിയമ്മ. എടാ, അത് ഉമ്മണി തങ്കി ഉണ്ണിയാർച്ചയൊന്നും അല്ലടാ, കൊച്ചമ്മണി. മഹാമാരണ. എങ്ങനെയെങ്കിലും ഒന്ന് ഓടിച്ചു കള. എഴുന്നേറ്റങ്ങോട്ട് മാറ് മാറ് മാറ്. അല്ല, നിങ്ങളെ മാത്രം ഞാൻ സന്ദർശിച്ചില്ല എന്ന പരാതി വേണ്ട. അത് ഞാനൊരു തലക്കനമുള്ള സ്ത്രീയാണെന്ന് നിങ്ങൾ പറഞ്ഞാലോ. ഇതാണോ നിങ്ങളുടെ മാളം? മാളോ? ഞങ്ങളെന്താ പറയാ, പാമ്പോ പന്നിയോ മറ്റോ ആണോ? ഈ മാളം എന്ന് ഞാൻ പറഞ്ഞത് ഒരു ഓളത്തില. എന്തിനും ഒരു ഓളം വേണമല്ലോ. ഇന്ന് അംബികയ്ക്ക് പൊതുവെ ക്ഷീണമുള്ളൊരു ദിവസമായിരുന്നല്ലേ. ഓ, അവിടെന്ന് ഇവിടെന്ന് എവിടെന്നും ചറപറാന്ന് ഏറ്. ഓ, കഷ്ടം തന്നെ. നിങ്ങൾ എഴുന്നേറ്റേ. അമ്മയ്ക്ക് നല്ല തലവേദനയാ. ഇപ്പൊ സംസാരിക്കാനൊന്നും പറ്റില്ല. വന്നേ, എഴുന്നേക്ക്. ഇനിയിപ്പൊ എന്റതും കൂടെ താങ്ങാൻ പറ്റില്ലല്ലോ. ഇങ്ങോട്ട് വന്നേ. ഞാൻ എന്നാ പോവാ. എഴുന്നേക്കാൻ. പോയിട്ട് വരാം. വന്നേ. കിടന്നോ. അമ്മ കിടന്നോ. ശല്യം. ഇന്ന് രാത്രി നമ്മൾ ഈ ക്യാമ്പ് ഫയർ ഒരുക്കിയിരിക്കുന്നത് നമ്മളെല്ലാവരുമായി ഇങ്ങനെ ഇരുന്ന് മനസ്സോർന്ന് സംസാരിക്കാൻ വേണ്ടിയാ. അല്ലേ വേണൂട്ടാ? അതെ. ഇതിന് എന്തോന്നാ പറയുന്നേ? ക്യാമ്പ് ഫയറാ. വൻപയറ് ചെറുപയറെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, ആദ്യമായിട്ടാ ഇങ്ങനെ കേൾക്കുന്നത്. അളിയന്റെ അമ്മേ, ഇത് പയറും പരിപ്പും ഒന്നും അല്ല. ഇത് ക്യാമ്പ് ഫയർ. തീ കായിക എന്ന അർത്ഥമേ ഉള്ളൂ. ആ, അങ്ങനെ പറയ്. പണ്ട് മകരം കുംഭമാസത്തില് ഞങ്ങള് നാട്ടുംപുറത്ത് വട്ടം കൂടിയിരുന്ന് തീ കായലും പരദൂഷണം പറയുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഇതും. അതൊക്കെ അങ്ങനെ തന്നെ കൊച്ചമ്മണിയമ്മേ. പക്ഷേ ഇവിടെ പരദൂഷണില്ലെന്നേ ഉള്ളൂ. പണ്ട് പാണ്ഡവപ്പാറയിലെ സൂര്യമംഗലം തറവാടിന്റെ മുമ്പില് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി വട്ടം കൂടി ഇരിക്കാറുണ്ടായിരുന്നു. അല്ല, വർമ്മ സാർ അതൊക്കെ ഓർക്കണില്ലേ? പിന്നെ ഓർക്കാറില്ലേന്നോ? ഞാൻ എപ്പോഴും അതൊക്കെ ഓർക്കാറുണ്ട് വേണൂട്ടാ. അവിടെ നിറയെ കാട്ടുമൃഗങ്ങളല്ലേ?
എല്ലാരും കൂടെ എങ്ങനെ മുറ്റത്തിരിക്കും? തീ കണ്ട ഒരു മൃഗങ്ങളും ഇങ്ങോട്ടെടുക്കില്ല. ആ കാലം ഒരിക്കലും മനസ്സിൽ നിന്ന് പോവില്ല. അതിപ്പോഴും പച്ച പിടിച്ചിങ്ങനെ മനസ്സിൽ നിൽക്കുക. ഞാൻ വേണുവേട്ടനെ ആദ്യമായിട്ട് കാണുന്ന അവിടെ ദിവസം ഞാനും ചേച്ചിയും ശേഖരനും കോവിലകത്തേക്ക് വരുമ്പോഴേ അന്ന് വേണുവേട്ടൻ അച്ഛന്റെ സന്തത സഹചാരിയാ. ഞാൻ അന്ന് പഠിക്കുന്ന കുട്ടിയായിരുന്നു. എന്നാലും എനിക്ക് നല്ലപോലെ എല്ലാം ഓർമ്മയുണ്ട്. എന്നെ കോളേജിൽ കൊണ്ടുപോയി വിടുന്നത് വേണുവേട്ടനായിരുന്നു. എനിക്ക് അക്കാലത്ത് നിങ്ങളുടെ കഥ കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ഒന്ന് പറയൂ വല്യച്ഛ. അതൊന്നും ഒരു ദിവസം പറഞ്ഞാ തീരില്ല മോളെ. വേണു അങ്കിള് രാധമ്മയെ കല്യാണം കഴിക്കുന്നത് ആ കാലത്താണോ? അവിടെ ജോലി ചെയ്യുമ്പോഴാ വേണുവേട്ടൻ എന്നെ കല്യാണം കഴിച്ചത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് കോലോത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ടേ ഇല്ല. ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ. വേണുവാശാൻ രാധമ്മയെ ഫൈവാക്കിയത് പ്രേമിച്ചിട്ടാണോ? ഫൈവോ? ഇവരാര് ലണ്ടനിൽ നിന്ന് വന്ന മദാമേ? ഒരക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയതാണടാ കഴുതേ. വൈഫ് എന്ന് പറഞ്ഞത് ഫൈവായി പോയി. അത് ഇത്ര വലിയ തെറ്റാണോ? വെറും കൺട്രികളാമേ. അല്ല, നമുക്ക് പോയാലോ? ആ സരസ്വതിയും പ്രതാപനും ഇരിക്കുന്നുണ്ട്. പോകാനൊന്നും പറ്റില്ല.